സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആരായാലും സിദ്ഖും അമാനത്തും അനുസരിച്ച് ചെയ്യാനാണ് അത് വല്ലാത്തൊരു സമരമാണ്, വലിയൊരു ജിഹാദാണ്. കാരണം ധനകാര്യ വകുപ്പിൽ പെട്ടെന്ന് പിശാച് കൂടുതൽ ഇടപെടും. മനുഷ്യർക്കൊരു മോഹം ഉണ്ടാവും, എങ്ങനെയെങ്കിലും ഒരു ആർത്തി എന്ന് തന്നെ പറയാം, ഒരാർത്തി പരമാവധി ഉണ്ടാക്കണമെന്നൊരു മോഹം ഉണ്ടാവും. പിശാച് നിരന്തരം മനസ്സിലിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കും. ഹലാലും ഹറാമും മുന്നിൽ വരുമ്പോൾ രണ്ട് വഴിയുണ്ട്. നമ്മളുടെ കാൽക്കുലേറ്ററിൽ ഇതാണ് നല്ല പൈസ ഉണ്ടാക്കാനുള്ള മാർഗം, നോക്കുമ്പോൾ അത് അള്ളാൻ്റെ ദീനിൽ പറ്റണില്ല. പിശാച് ഉടനെ വരും. അതൊക്കെ നോക്കിയപ്പോൾ ഇന്നത്തെ കാലത്ത് കച്ചവടം ചെയ്യാൻ പറ്റുമോ? പിശാച് മനസ്സിൽ കിട്ടിയ ചോദ്യം. നിങ്ങളിപ്പോൾ ഇതൊക്കെ നോക്കിയാൽ ഇന്നത്തെ കാലത്ത് കച്ചവടം ചെയ്യാൻ പറ്റുമോ? ഇന്നിപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് പറഞ്ഞ് പൈശാചിക മന്ത്രങ്ങൾ നന്നായി മനസ്സിൽ നടക്കും. അത്ര ഒരു ഘട്ടത്തിൽ എനിക്ക് അള്ളാഹു അനുവദിച്ചത് മാത്രം മതി, അള്ളാഹു അനുവദിച്ച 1 രൂപയാണെങ്കിൽ അതിലാണ് ബറക്കത്ത് എന്നും എൻ്റെ നേട്ടം അതിലാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹ് അനുവദിക്കാത്ത കോടികളാണെങ്കിലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഹറാം ഒഴിവാക്കി ഹലാലിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വ്യാപാരം വ്യവസായം നടത്തണമെങ്കിൽ അത് പിശാചിനോടുമുള്ള സ്വന്തം മനസ്സിൻ്റെ കുതന്ത്രങ്ങളോടുമുള്ള വല്ലാത്തൊരു ജിഹാദാണ്. ആ ജിഹാദിൽ വിജയിച്ചു വരുന്നവരായതുകൊണ്ടാണ് സിദ്ഖും അമാനത്തുമുള്ള കച്ചവടക്കാർക്ക് ലില്ലുൽ അർശ്, അർശിൻ്റെ തണൽ എന്ന് പറയുന്ന പ്രത്യേക റഹ്മത്തും അമ്പിയാക്കന്മാരുടെയും ശുഹദായിൻ്റെ ഒക്കെ തൊട്ടടുത്ത് അവരുടെ അടുത്ത് നിൽക്കാനുള്ള അവസരവും അള്ളാഹു നിശ്ചയിച്ചത് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഇപ്പം കച്ചവടക്കാർ ദീനനുസരിച്ചാണോ വ്യാപാരം വ്യവസായം ചെയ്യുന്നത്? വലിയ ഭാഗ്യമാണത്. ഞാൻ പറഞ്ഞു, പണത്തോട് പറ്റ ഒഴിവാക്കണമെന്നോ ദുനിയാവിൻ്റെ ഭൗതിക ജീവിതം പൂർണ്ണമായി ഒഴിവാക്കണമെന്നോ ഇസ്ലാം പറയുന്നില്ല. ഓരോരുത്തരുടെ മാനസിക സാഹചര്യങ്ങളനുസരിച്ച് ദുനിയാവിൻ്റെ കെട്ടുവെട്ടുകളിൽ പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റ് ഖൈറുകൾ മുടങ്ങിപ്പോകുമെന്നൊരു മാനസികാവസ്ഥയിലുള്ളിൽ ചിലപ്പോൾ അതൊക്കെ ഒഴിവാക്കിയേക്കും എന്നല്ലാതെ മൊത്തത്തിൽ ദുന്യവിയായ ജീവിതം അനുഭവിക്കരുത്, അത് ഒഴിവാക്കണം എന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടേ ഇല്ല. പക്ഷേ അത് ആഖിറത്തിലേക്ക് ഉപകാരമുള്ള രൂപത്തിലായിരിക്കണം. ദീന് പഠിച്ചുകൊണ്ട് കച്ചവടക്കാർ കച്ചവടത്തിലുള്ള ദീന് പഠിക്കണം. കച്ചവടത്തിൻ്റെ എല്ലാ നിയമങ്ങളും എല്ലാവരും പഠിക്കണമെന്നൊന്നുമില്ല. പക്ഷെ കച്ചവടം ചെയ്യുന്ന ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ദീൻ പഠിച്ച ഒരാളുമായി ബന്ധപ്പെട്ട് എന്താണ് കച്ചവടത്തെക്കുറിച്ച് ഇസ്ലാം പറയുന്ന നിയമങ്ങൾ, ആവശ്യമുള്ള അളവിൽ അത് പഠിച്ചെടുത്തേ പറ്റൂ. അങ്ങനെ പഠിച്ചെടുത്തുകൊണ്ട് ആഖിറം എന്ന ഒരു താല്പര്യത്തോടുകൂടി മരണത്തിനപ്പുറമുള്ള സന്തോഷ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട്, സ്വപ്നമെന്ന് പറയുന്നില്ല, അത് മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ആ കച്ചവടം നിങ്ങൾക്ക് ദുനിയാവിലൊരു സമ്പാദ്യമാർഗം എന്നല്ല, അത് ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമായി മാറും. കാരണം സിദ്ഖും അമാനത്തുള്ള കച്ചവടക്കാർക്ക് അർശിൻ്റെ തണൽ എന്ന് പറയുന്ന വലിയ അനുഗ്രഹം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അംബിയാവിൻ്റെ സ്വപ്നം കച്ചവടക്കാർ സന്തോഷിക്കുക. അള്ളാഹു അതിൽ പെടാനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അതേസമയം കച്ചവടക്കാരെ സുഖിപ്പിക്കാനായിട്ട് വന്നതല്ല ഞാൻ. കച്ചവടക്കാരെ സുഖിപ്പിക്കാൻ മാത്രം കഴിയില്ല. മുത്തുനബി പറഞ്ഞ ബിശാറത്ത് അറിയിച്ചു. അതേസമയം കച്ചവടക്കാർക്ക്, വ്യാപാരികൾക്ക്, വ്യവസായികൾക്ക് കടുത്ത താക്കീത് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ ഞാൻ ആ താക്കീത് അറിയിക്കുകയാണ്. എനിക്കിതൊന്നും ഉറക്കെ പറയേണ്ട ബാധ്യതയുള്ളൂ. കാരണം മുത്തുനബി തന്നെ നേരിട്ട് വിളിച്ചിട്ടുണ്ട്, കേട്ടോളി. ലോകാവസാനം വരെ ഈ ദുനിയാവിലുള്ള സർവ്വ വ്യാപാരികളെയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് വിളിക്കുന്നു. യാ മഅശറത്തുജ്ജാർ, വ്യാപാരി സമൂഹമേ എന്നാണ് അതിൻ്റെ മലയാളം. ഓ കച്ചവടക്കാരെ, യാ മഅശറത്തുജ്ജാർ, വ്യാപാരി സമൂഹമേ, വ്യാപാരികളെ, ബിസിനസ്സുകാരെ, കച്ചവടക്കാരെ, മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ കച്ചവടക്കാരെ വിളിച്ചിരിക്കുന്നു. അവിടുന്ന് പറയുന്നു, ഇന്ന തുജ്ജാറ യുബ്ഹസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറാ, മിക്ക വ്യാപാരികളും കച്ചവടക്കാരും മഹ്ശറിൽ ഹിസാബിന് ഹാജരാക്കപ്പെടുമ്പോൾ കുറ്റവാളികളായിട്ടാണ് അവരെ കൊണ്ടുവരപ്പെടുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന തുജ്ജാറ യുബ്ഹസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറ, തുജ്ജാറുകൾ ഫുജ്ജാറുകളാണ്, കച്ചവടക്കാർ കുറ്റവാളികളാണ്, വ്യാപാരികൾ കുറ്റവാളികളാണ്. ഇന്ന തുജ്ജാറ, വ്യാപാരികൾ, ബിസിനസ്സുകാർ, കച്ചവടം ചെയ്യുന്നവർ, യുബ്ഹസൂന, അവർ ഹാജരാക്കപ്പെടും, അവർ പുനരുദ്ധാരണ നാളിൽ കൊണ്ടുവരപ്പെടും, ഫുജ്ജാറ, കുറ്റവാളികളായിട്ട്.
മഹ്ശറിലേക്ക് കുറ്റവാളികളായിട്ട്, നമ്മളിവിടെ കയ്യാമം വെച്ചതൊക്കെ നമ്മുടെ ഭാഷയിൽ പറയുന്നതിൻ്റെ മറ്റൊരു പ്രയോഗം, കുറ്റവാളികളായിട്ടാണ് കച്ചവടക്കാരെ കൊണ്ടുവരപ്പെടുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് വിശ്വസിക്കുന്ന കച്ചവടക്കാർക്ക് ഉള്ളിൽ പേടി വേണം. ആഖിറത്തിലെത്തുമ്പോൾ മിക്ക കച്ചവടക്കാരും കുറ്റവാളികളായിട്ടാണ് ഹാജരാക്കപ്പെടുന്നത്. ഇല്ലാ മനിത്തഖ വസദഖ വബറ. ആ ഹദീസിലും തുടരുന്നുണ്ട്, ഒരു ഭാഗത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇല്ലാ മനിത്തഖ വസദഖ വബറ. തഖ്വ, സിദ്ഖ്, ബിർറ് ഇതനുസരിച്ച് കച്ചവടം ചെയ്ത കച്ചവടക്കാർ ഒഴികെ അവർ കുറ്റവാളികളല്ല. അവർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓഫറും വലിയ ഭാഗ്യവും നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പം കച്ചവടം സൂക്ഷിച്ചും ഛർദ്ദിച്ചും ദീനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ വലിയ ഭാഗ്യമാണ്. ദീനീ ബോധം അങ്ങ് നഷ്ടപ്പെട്ടിട്ട് നിസ്കാര സമയത്തിനുണ്ട്, നോമ്പൊക്കെ ഉണ്ട്, ഇപ്പം അങ്ങനെ രീതിയുണ്ട്. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കെന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ ഇപ്പം അങ്ങനെ നിസ്കാരം അതിൻ്റെ മറക്ക് നടക്കും, ബാക്കി നടക്കേണ്ടത് വേറൊരു കോലത്തിലാണ്. ഒന്നും വിചാരിക്കരുത്, ഞാൻ എൻ്റെ നാടൻ ഭാഷയിൽ പറഞ്ഞതാണ്. മുൻകാലത്തൊക്കെ സുബഹിക്കടക്കം ജമാഅത്തിന് വരുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം അങ്ങനെയുള്ള കടുത്ത കുറ്റങ്ങളിലൊന്നും ഇടപെടൂല എന്നൊരു സമാധാനിക്കാവുന്ന സാഹചര്യമായിരുന്നു. അദ്ദേഹത്തിന് വലിയ പലിശ ഇടപാടുണ്ടാകില്ല. അദ്ദേഹം അങ്ങനെ മദ്യ അല്ലെങ്കിൽ മയക്കുമരുന്ന് അതിലൊന്നും പെടൂല. കാരണം സുബഹിക്കടക്കം ജമാഅത്തിന് വരുന്ന ആളാണ്. പഴയ കാലത്ത് നമ്മുടെ നാടുകളിൽ സുബഹിക്കടക്കം ജമാഅത്തിന് വരുന്ന ഒരു ചെറുപ്പക്കാരനാണെങ്കിലും പ്രായമുള്ള ആളാണെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ആത്മീയതയെ അടയാളപ്പെടുത്തുമായിരുന്നു. ഇന്ന് സത്യത്തിൽ അങ്ങനെ പറഞ്ഞുകൂടാ. സുബഹിക്കടക്കം ജമാഅത്തിൽ വരുന്നവർക്കും പലരും പലിശ ഇടപാടുകാരാണ്. സുബഹിക്കടക്കം ജമാഅത്തിൽ പങ്കെടുക്കുന്ന പലരും മയക്കുമരുന്നിൻ്റെ വ്യാപാരികളാണ്. എന്ത് പറ്റിപ്പോയി നമുക്ക്? ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു തന്നെ ഇഹ്യാ ഉലൂമുദ്ദീൻ മലയാളികൾക്ക് സുപരിചിതമായ ആത്മീയ ഗ്രന്ഥമാണ്. ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഒരിടത്ത് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്, നെറ്റിയിൽ ഉയർന്നു നിൽക്കുന്ന നിസ്കാര തഴമ്പ് ഒരാളുടെ ആത്മീയതയെ അടയാളപ്പെടുത്തുന്നതല്ല. എന്നാൽ അതുകൊണ്ട് ആൾ നല്ലവനാണെന്ന് വിധി പറഞ്ഞുകൂടാ. തുണി നന്നായി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്, കണങ്കാലിൻ്റെ മധ്യത്തോളം, നെരിയാണിയിൽ നിന്നൊക്കെ ഒരുപാട് തുണി ഉയർത്തി കൊടുത്തിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരാൾ സ്വാലിഹാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കയ്യിൽ തസ്ബീഹ് മാല സദാ ഉണ്ട്. മാലുള്ളവരൊക്കെ മോശക്കാരാന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ആരും അർത്ഥം പറയരുത്. കയ്യിൽ തസ്ബീഹ് മാല ഇങ്ങനെ കിടന്ന് ചലിക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഒരാൾ നല്ലവനാണെന്ന് അങ്ങനെ മനസ്സിലാക്കിക്കൂടാ. മറിച്ച് ഫൻളുർ വയ്യഹു ഔ റുഷ്ദഹു ലദദ്ദർഹം, സാമ്പത്തിക ഇടപാടുകളിൽ അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മത എങ്ങനെയുണ്ട്, സാമ്പത്തിക രംഗത്ത് അദ്ദേഹം എങ്ങനെ ഇടപെടുന്നു എന്നതാണ് ഒരു മനുഷ്യൻ്റെ ഈമാനിനെ, ഇസ്ലാമിനെ, തഖ്വയെ, ആത്മീയ വിചാരങ്ങൾ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമെന്ന് ആത്മീയ ഗുരുശ്രേഷ്ഠർ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അപ്പോൾ സമ്പത്ത് വലിയ വിഷയം. കച്ചവടക്കാർ നല്ല നിലക്ക് ഛർദ്ദിച്ചും സൂക്ഷിച്ചും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്താം. നല്ലൽക്ക് ചെയ്താൽ ആഖിറത്തേക്ക് വലിയ ഭാഗ്യമാകും. അല്ലാത്ത രൂപത്തിലായാൽ അത് അപകടവും ചെയ്യും. കൂട്ടിൽ നീ പരത്തി പറയുന്നില്ല. ഈ സാമ്പത്തിക രംഗത്ത് അങ്ങനെയും കൂടി ഒരു പ്രശ്നമുണ്ട്. അവിടെ ഹറാമ് വന്നാൽ പിന്നെ അത് നമ്മുടെ ആത്മീയ ജീവിതത്തെയും ബാധിക്കും. അമലുകൾ സ്വീകരിക്കപ്പെടാതെ പോകും. നമ്മളെ ഉപജീവന മാർഗം ഹറാമായ രൂപത്തിലൂടെയാണെങ്കിൽ, ഹറാമായ രൂപത്തിലൂടെ മാർഗം കണ്ടെത്തിയിട്ടാണ് ഭക്ഷണവും വസ്ത്രവും താമസമൊക്കെ ഏർപ്പെടുത്തിയതെങ്കിൽ നമ്മുടെ ഫർളും സുന്നത്തുമായ അമലുകളുടെ സ്വീകാര്യതയെ അത് ബാധിക്കും. മൻ അകല ഹറാമൻ ലം യുഖ്ബൽ മിൻഹു സർഫുൻ അലാ അദ്ലുൻ. ഹറാമായ ഭക്ഷണം കഴിച്ചിട്ടാണോ ജീവിക്കുന്നത്, അവൻ്റെ ഫർളും സുന്നത്തുമായ അമലുകൾക്ക് സ്വീകാര്യത ഉണ്ടാകൂല, കബൂലുണ്ടാകൂല എന്ന് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാതെയായിപ്പോകും. ഹദീസിലില്ല യമുദ്ദു യദൈഹി യഖൂലു യാ റബ്ബി യാ റബ്ബി, റബ്ബേ റബ്ബേ എന്ന് പറഞ്ഞ് നിരന്തരം പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. അന്നാ യുസ്തജാബു ലഹു, എങ്ങനെ ഉത്തരം കിട്ടാനാ? എങ്ങനെ ഉത്തരം കിട്ടാനാ? മത്അമുഹു ഹറാമുൻ വമശ്റബുഹു ഹറാമുൻ. ഭക്ഷണവും അന്നവും വെള്ളവും വസ്ത്രവും പാർപ്പിടമൊക്കെ സമ്പാദിച്ചത് ഹറാമായ സമ്പാദ്യ മാർഗങ്ങളിലൂടെയാണ്. പിന്നെ റബ്ബേ റബ്ബേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉത്തരം കിട്ടാനാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു സംഭവം കാണാം. റുവിയ ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു സംഭവം. അതെന്താ? മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആഖിറത്തിലെത്തുമ്പോൾ മലകളെപ്പോലെ സൽക്കർമ്മങ്ങളുള്ള കുറേ ആളുകൾ നരകത്തിലേക്ക് മാറ്റപ്പെടും. മലകളെപ്പോലെ, പർവ്വത കജിബാലി തിഹാമ എന്നാണ് പ്രയോഗം.
അറേബ്യൻ നാടുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളോട് മലകളോട് സമാനമായ വലിയ അളവിൽ സൽക്രമങ്ങളുള്ള ധാരാളം ആളുകളെ നരകത്തിലേക്ക് മാറ്റപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ, നരകത്തിലേക്ക് വിധിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവിക ചോദ്യം ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? സ്വഹാബത്തും ചോദിച്ചു, അതെന്തെയാ? കാരണം അവർ അങ്ങ് തന്നെ ഇവിടുന്ന് തന്നെ പറഞ്ഞത് അവർക്ക് അമലുകൾ ഉണ്ടെന്നാണല്ലോ, പിന്നെ എന്താണ് അങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാണാം. കാനൂ യുസല്ലൂന, അവർക്ക് നിസ്കാരമുണ്ട്, അവർക്ക് നോമ്പുണ്ട്, അവർ സദഖ ചെയ്യാറുണ്ട്. വയഫ്അലൂന കദാ വ കദാ, എണ്ണിപ്പറയാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തേ സംഭവിച്ചത്? വൈറ അന്നഹും ഇദാ അറദ ലഹും ശൈഉം മിൻ ഹറാമിൻ അഖദൂഹു, അതൊക്കെയാണെങ്കിലും നിസ്കാരം നോമ്പൊക്കെ ഉണ്ടാവുമ്പോഴും ഹറാമിലൂടെയാണെങ്കിലും പണം കിട്ടുമെന്ന് കണ്ടപ്പോൾ അഖദൂഹു, അതവർ സ്വീകരിക്കുമായിരുന്നു. ഫജഅലഹു ഹബാഅൻ മൻസൂറ, ആ കാരണം കൊണ്ട് അവരുടെ അമലുകളൊക്കെ നിഷ്ഫലമായി മാറിപ്പോയി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാം. സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഷാഫിഈ മദ്ഹബിലെ ആധികാരിക മുഫ്തി ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബു സവാജിറിലെ ഹദീസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. സൂക്ഷിക്കുക, അള്ളാഹു നമുക്ക് നല്ല മനസ്സ് നൽകുമാറാവട്ടെ. ഞാൻ സാധാരണ ദ്വാരക്കാറുണ്ട്, ഈ മലയാളത്തിലൊക്കെ ദ്വാരക്കുമ്പോൾ ചില സദസ്സ് പോകുമ്പോൾ തോൽക്കും ഞാൻ, പഠിച്ചോനെ ആ മരണത്തിനപ്പുറം ഒരു വിഷമം സംഘത്തിന് കാരണമാവുന്ന ദുന്യാവ് എനിക്ക് വേണ്ട റബ്ബേ എന്നാണ് ഞാൻ ദ്വാരക്കാറ്. വേണ്ട, മരണത്തിനപ്പുറം ഏതെങ്കിലും രൂപത്തിലൊരു പ്രയാസത്തിന്, ചെറുതെങ്കിലുമായൊരു പ്രയാസത്തിന് കാരണമാവുന്ന ദുന്യാവ് എനിക്ക് വേണ്ട റബ്ബേ. അള്ളാഹു താല അത്തരം ദുന്യാവ് നമുക്ക് തരാതിരിക്കട്ടെ. എന്തെങ്കിലും ആമീൻ പറയാനൊരു മടുപ്പ് പറഞ്ഞോ. മരണത്തിനപ്പുറം ഇടങ്ങറുണ്ടാവുന്ന രൂപത്തിൽ ഖബറിലും മഹ്ശറിലും ആഖിറത്തിലുമൊക്കെ ശിക്ഷിക്കപ്പെടാൻ കാരണമാകുന്ന രൂപത്തിലുള്ള സമ്പത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ദുന്യാവിൽ കുറച്ച് കാലമല്ല ജീവിതം, എത്ര വയസ്സുണ്ടാവും ഒന്നും പറയാൻ കഴിയില്ല, എപ്പോഴാണെന്നറിയില്ല. അതുവരെ ഹറാമിലേക്ക് പോകാതെ മറ്റൊരാളുടെ മുന്നിൽ യാചിക്കേണ്ട സാഹചര്യം വരാതെ നല്ല നിലക്ക് ജീവിക്കാനുള്ള മാർഗം ഹലാലായ വഴിയിലൂടെ അള്ളാഹു നമുക്ക് തരട്ടെ. ഹലാലുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ളൊരു മനസ്സ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഗടിയിലൊന്ന് ഓർമ്മപ്പെടുത്തിയാണ് ആർത്തി, ഇങ്ങനെ ഇപ്പോൾ പറയാമെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇന്നെത്തിപ്പെട്ടൊരു പ്രശ്നം, നമുക്ക് ഈ കാണുന്നതൊക്കെ വേണം. വലിയ ബിസിനസ്സുകാരായ ആളുകളുടെ വീടുകളുണ്ടാവും, വലിയ ഉയർന്നു നിൽക്കുന്ന വീട്, സമ്പന്നരായ ആളുകളുടെ സൗകര്യം. അവർ അത് ഹലാലായ സമ്പത്തിലൂടെ ഉണ്ടാക്കിയതാണെങ്കിൽ അത് ആക്ഷേപാർഹമൊന്നുമല്ല. ഹറാമായ സമ്പത്തിലൂടെ ആണെങ്കിൽ അതിൻ്റെ ഗുണം ഉണ്ടാവും ചെയ്യും. അതേസമയം സമ്പന്നരുടെ വീട് കാണുമ്പോൾ എല്ലാവരും എനിക്കും വേണം അതുപോലെ ഒരു വീട് എന്ന് കണ്ണുവെക്കുന്നത് ശരിയല്ല, അത് ശരിയല്ല. ഖുർആൻ നമ്മളോടൊക്കെ പറഞ്ഞ ഒരു സംഗതി ഉണ്ട്, ലാ തമുദ്ദന്ന ഇലൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും. ചിലർക്ക് അള്ളാഹു ദുനിയാവ് കൊടുത്തിട്ടുണ്ടാവും, അത് ചിലർക്ക് നല്ല കൊടുത്തിയായിരിക്കും, ചിലപ്പോൾ ഇടങ്ങറ് പിടിച്ചു കൊടുക്കുക, അതെന്തോ ആവട്ടെ. ചിലർക്ക് നമ്മൾ ദുനിയാവ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിലേക്ക് കണ്ണ് വെക്കരുതേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാണുന്നതെല്ലാം ആഗ്രഹിക്കണ്ട. നമ്മൾ നമ്മുടെ വരവിനനുസരിച്ച് ഹലാലായ രൂപത്തിലൂടെ നമുക്കുണ്ടാകുന്ന സമ്പത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങളെ ആഗ്രഹിക്കാവും. അതിലപ്പുറം കാണുന്നതൊക്കെ എനിക്കും അതുപോലൊരു വണ്ടി, ഒരു നല്ല വണ്ടി കണ്ടാൽ ആ വണ്ടി വേണം, പിന്നെ അതിന് ലോൺ എടുക്കാനുള്ള നടത്താം, അങ്ങനെയുള്ളപ്പോൾ അധികം ആളുകൾ. നല്ലൊരു സമാധാനം, ഞാൻ സമയം നിയന്ത്രിക്കുകയാണ്, നല്ലൊരു ശതമാനം ആളുകൾ കടക്കാരാണ്. കടത്ത് ബാക്കി വെച്ച് മരിച്ചാലും മരണപ്പെട്ടവരുടെ കടങ്ങളെക്കുറിച്ച് ലാസ്റ്റ് ഞാൻ ചെറിയ സമയം സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ഗൗരവമൊന്നും അറിയില്ല. കടത്തിൻ്റെ ഗൗരവം ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്താനായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 രൂപ കടം വെച്ച് മരണപ്പെട്ടവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാതെ മാറിയുന്നത്. 2 രൂപ എന്ന് പറഞ്ഞാൽ 2 ദിർഹം. 2 ദിർഹം കടമുള്ള ആൾ മരണപ്പെട്ടപ്പോൾ മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിൽക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടത്തിൻ്റെ ഗൗരവം ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്താൻ. എന്നിട്ടുണ്ടോ നമുക്ക് ബോധ്യം? കടമുണ്ടാകുക എന്നുള്ളത് ഇന്നൊരു സന്തോഷമാണ് എല്ലാവർക്കും, എന്നുള്ളിടത്തോളം കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അനിവാര്യ ഘട്ടങ്ങളിൽ വേറെ മാർഗമില്ലാത്തപ്പോൾ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പണമില്ലാതെ പ്രയാസപ്പെടുന്നവർ കടം വാങ്ങുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കാണുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി, ആഡംബരങ്ങൾക്കും സൗകര്യവർദ്ധനവിന് വേണ്ടി നല്ലൊരു വണ്ടി ഒരാളെ കയ്യിൽ കണ്ടാൽ നമുക്കും വേണം അതുപോലൊരു വണ്ടി. ഇനി ഹലാല ഹറാമാന്ന് നോട്ടല്ല, നമുക്കത് കിട്ടിയേ പറ്റൂ. അതിനുവേണ്ടി കടം വാങ്ങുകയാണ്. സാധാ കടമാണെങ്കിൽ പോലും അപകടമാണ്, അതിലപ്പുറം പലിശയുമായി ബന്ധപ്പെട്ട കടങ്ങൾ. എന്താ നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് നമുക്ക് ഏറ്റവും മർമ്മം ഈ സമാധാനവും പണവും തമ്മിൽ വലിയൊരു ബന്ധമൊന്നുമില്ല.
സമ്പത്തും പണവും എന്ന് പറയുന്നതും തമ്മിൽ അത്ര ബന്ധമല്ല. സമ്പത്ത് എന്ന പണമാണ് എന്ന് പറയുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലൈസൽ ഗിനാ ബികസ്റത്തിൽ. കുറേ ഭൗതിക സംവിധാനം ഉണ്ടാകുക, കുറേ കാശുണ്ടാകുക, കുറേ ഭൂമി ഉണ്ടാകുക, അതൊന്നും അല്ലടോ സമ്പത്ത്. ഇന്നമൽ ഗിനാ ഗിനൻ നഫ്സ്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അത് മനസ്സിൻ്റെ ഐശ്വര്യമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ സൗകര്യങ്ങളുള്ള ജീവിതമാണെങ്കിലും കടമില്ലാതെ ജീവിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു വല്ലാത്ത ആനന്ദമുണ്ട്. ആ ആനന്ദം ഒരുപക്ഷെ കോടികളുള്ളവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കുന്നില്ല. പ്രിയപ്പെട്ട മുസ്ലിങ്ങളോട്, റമദാൻ ഒരുപാട് നമ്മൾ നോമ്പനുഷ്ഠിച്ച് ക്ലാസ് കേട്ട് തറാവീസ്കരിച്ച് റമദാൻ അതിൻ്റെ അവസാന നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഇപ്പോഴുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവും. അതിത്തിരി കൂടുതൽ അള്ളാഹ് എന്ന ഓർമ്മയുള്ളൊരു വിചാരമാണ്. ആ വിചാരത്തെ സാക്ഷിയാക്കി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ദുനിയാവിലെ സൗകര്യത്തിന് കുറഞ്ഞു പോയാൽ പോലും അതിലുള്ള ഒരു സംതൃപ്തിയാണ്, ഹലാല് കൊണ്ടുള്ള സംതൃപ്തിയാണ് നമ്മുടെ മർമ്മമെന്ന് മനസ്സിലാക്കി ഹറാമായ രൂപത്തിലേക്ക് നീങ്ങാതെ കാണുന്നതൊക്കെ ആഗ്രഹിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വേണമെന്നിങ്ങനെ കണ്ണുവെച്ച് നടക്കുന്ന ആ രീതി നല്ലതല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. വിഷയത്തിലേക്ക് വരാം. പണം നല്ല പണമാണ്. നേമൽ മാലുസോലി, നല്ല പണമാണെങ്കിൽ ഭാഗ്യമാണ്. കച്ചവടം ചെയ്യുമ്പോൾ ഒരുപാട് മസലുണ്ട്. എല്ലാം കൂടി ഇപ്പോൾ പറയാൻ കഴിയില്ല. ഞാൻ മർമ്മൊന്ന് ഉണർത്തിപ്പോകലേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അത്തരം ആളുകൾ അവനവന് വിശ്വസ്തരായ ലഭ്യമാകുന്ന ദീൻ പഠിച്ചൊരു ഉസ്താദിൻ്റെ അടുത്ത് ഇടയ്ക്ക് 1.5 മണിക്കൂർ ഇരുന്നാൽ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കും. അതൊന്നുമില്ലാതെ നമ്മൾ കുറേ അങ്ങനെ ചെയ്താൽ നമ്മൾ ആഖിറത്തിന് അപകടം പറ്റും. അറിയില്ല എന്ന് പറയാൻ കഴിയില്ല. ചിലത് പഠിക്കൽ ഫർള് ഐനാണ്. വ്യാപാര മേഖലയിലേക്ക് കടക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കൽ ഫർള് ഐനാണ്. മുസ്ലിം ആണെങ്കിൽ, വ്യവസായം തുടങ്ങുകയാണെങ്കിൽ, മുസ്ലിം ആണെങ്കിൽ അതിനെ ശറഅ അറിയൂലെങ്കിൽ ഒരാളോട് ചോദിച്ചു പഠിക്കൽ ഫർള് ഐനാണ്. പഠിച്ചേ പറ്റൂ. ആ ഒരു ബോധം നമ്മളിലുണ്ടായാൽ കാര്യങ്ങൾ കുറേ എളുപ്പമാകും. അങ്ങനെ ചിലർ വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ജ്വല്ലറി തുടങ്ങാൻ നിശ്ചയിച്ചു കൊണ്ട് എൻ്റെ വന്ന് തുടങ്ങിയിട്ടില്ല. ആ മേഖല നല്ല പരിചയമുള്ളവരാണ്. പലപ്പോഴും ആ മേഖലയിൽ നന്നായി ജോലി ചെയ്തവരാണ്. നീണ്ട വർഷത്തെ പരിചയമുണ്ട്. ഞങ്ങൾ 3 ആളും കൂടി ഒരു ജ്വല്ലറി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു ഉസ്താദേ. അതിനെക്കുറിച്ചുള്ള ശറഈയ വശങ്ങൾ അറിയാൻ വന്നതാണെന്ന് പറഞ്ഞ് 3 ചെറുപ്പക്കാർ 2-3 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്നപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി, വലിയ സന്തോഷം തോന്നി. ഞാൻ എറണാകുളത്ത് നിന്നാണ് ഉസ്താദെ, ഇനി ഉസ്താദിനൊന്ന് കാണണം, കുറച്ച് സമയം എനിക്ക് കിട്ടണം. എന്താണ് വിഷയം? ഞാനിവിടെ ഇന്ന ബിസിനസ്സിൻ്റെ മാനേജറാണ്, ഉടമസ്ഥനല്ല, മാനേജറായി ജോലിക്ക് നിശ്ചയിക്കപ്പെട്ട ആളാണ്. അതിൻ്റെ സക്കാത്ത് സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് ഉടമസ്ഥൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാനാണെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി മാത്രം മുൻകൂട്ടി സമയം ചോദിച്ചൊരു ചെറുപ്പക്കാരൻ എറണാകുളത്ത് നിന്ന് വന്നപ്പോൾ അയാൾ സാമ്പത്തിക രംഗത്ത് ഭൗതിക ബിരുദവും ബിരുദാനന്തര പഠനവും നടത്തിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ആ സക്കാത്തിൻ്റെ മസാലൊക്കെ അദ്ദേഹത്തിൻ്റെ സംശയം ചോദിച്ച് പകർത്തിയെടുത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഉസ്താദെ സിമ്പിളാണല്ലോ, കാരണം ഇതൊക്കെ വലിയ വിഷയമാണ്, എനിക്ക് കഴിയൂലെന്ന് തോന്നി. ഈ പറഞ്ഞ മാതിരിയാണെങ്കിൽ അത്ര വലിയ പണിയൊന്നുമില്ല, ഇനി എനിക്ക് ഏത് കാലത്തും ഈ ഡയറി സൂക്ഷിക്കാമല്ലോ എന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തോടു കൂടി തിരിച്ചു പോയത് ഓർക്കുകയാണ്. കച്ചവടക്കാർക്ക് സക്കാത്തിൻ്റെ മസലുണ്ട്, നിരന്തരം ക്ലാസ്സുകളിൽ പറയാറുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും വല്ലാതെ കടക്കുന്നില്ല. എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഓരോ രംഗത്തും ഇടപെടുന്ന മുസ്ലിങ്ങൾ അവനവൻ്റെ ആഖിറത്തിനെക്കുറിച്ച് ബോധവും ബോധ്യവുമുള്ളവരാവണം. അവരതാത് മേഖലകളിലെ ഹലാലും ഹറാമും വിശ്വസിക്കാവുന്ന, നിങ്ങൾക്ക് ലഭ്യമാവും, നിങ്ങൾ ഉദ്ദേശിച്ചതിനനുസരിച്ചൊക്കെ ഒപ്പിച്ച് പറഞ്ഞാൽ എടുത്ത് പോയിട്ട് കാര്യമില്ല, അത് നിങ്ങളെല്ലാം ഇരുന്ന് ഒപ്പിച്ചാൽ മതിയല്ലോ. ഇപ്പം വിശ്വസ്തരായ, എന്നാൽ അള്ളാഹുവിൻ്റെ ദീൻ അറിയുന്നവരുമായ ആളുകളെ സമീപിച്ച് അത് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ചെയ്യണം. സക്കാത്തിൻ്റെ മസല ഇവിടെ പറഞ്ഞു പോയെന്നറിയില്ല, ഇന്ന് പറയുന്ന കരുതി വന്നവരുണ്ടെങ്കിൽ തൽക്കാലം ഞാൻ പറയുന്നില്ല. എനിക്കിപ്പോൾ ഇത്രേ പറയാനുള്ളൂ. കച്ചവടങ്ങളിലൊക്കെ സക്കാത്ത് നിർബന്ധമുണ്ട്. ആ കച്ചവടം ചെയ്യുന്ന ആരെങ്കിലും എൻ്റെ സംസാരം കേൾക്കുന്നവരുണ്ടെങ്കിൽ ജീവിതത്തിൽ 1.5 മണിക്കൂർ നിങ്ങൾക്ക് ലഭ്യമായ ഒരു ഉസ്താദിൻ്റെ കൂടെ ഇരിക്കുക. എന്നിട്ട് ആ സക്കാത്തിൻ്റെ സംശയങ്ങൾ ചോദിച്ചു കൊടുക്കും. നിങ്ങൾക്ക് കച്ചവടം നിർത്തുവാണ്, അത് ഉപകരിക്കൂലേ? വെറുതെ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ എല്ലാം കൂടി നമ്മുടെ പറഞ്ഞില്ല, ഇപ്പോൾ ഒറ്റ കച്ചവടക്കാർ ഈ കുളത്തിൽ ഇവിടെ ഉണ്ടാവില്ല. ഞാൻ കച്ചവടത്തിൻ്റെ സക്കാത്തിൻ്റെ മസാല മുതൽ Z വരെ പറഞ്ഞിട്ട് എന്താ ഇപ്പോൾ കാര്യം? അത്തരം ആളുകൾ 1.5 മണിക്കൂർ 10-15 മിനിറ്റ് ഒരു ഉസ്താദിൻ്റെ കൂടെ ഇരുന്ന് മനസ്സിലാക്കിയാൽ എന്തൊരു ഉപകാരം, എന്തൊരു ഉപകാരം. പക്ഷേ നമ്മൾ ആളുകളെ കിട്ടാൻ വലിയ പ്രയാസമാണ്. വ്യാപാര വ്യവസായികൾക്ക് വേണ്ടി മാത്രം ചിലയിടത്ത് സംഘടിപ്പിക്കപ്പെടുന്ന ക്ലാസ്സുകൾ ഞാൻ പോയിട്ടുണ്ട്. 2-3 ആളുണ്ടാവും. പിന്നെ ബാക്കി മുത്താലികളെ കൊടുത്ത് ഇരുത്തി സാഹസ് റെഡിയാക്കി തരും. എന്താവുണ്ട് കാര്യം? മുത്താലികൾക്ക് ദർശനം പറയാമല്ലോ. എന്താവും നമ്മുടെ പഠിക്കേണ്ടത് പഠിക്കാൻ പലപ്പോഴും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടുകയല്ല. എൻ്റെ സംസാരം കേൾക്കുന്ന വ്യാപാരി വ്യവസായികളൊക്കെ ഉണ്ടെങ്കിൽ
അവനവൻ്റെ ദീനി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കാത്തവരോട് ഇപ്പോൾ സംസാരമേ ഞാൻ ചെയ്യുന്നില്ല. മുസ്ലിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്നവരെ ഛർദ്ദിക്കണമെന്ന് മാത്രം ഉണർത്തിയാണ്.